ഇവിടെ വെച്ചാ ഞാൻ മണിയപ്പിച്ചേട്ടനെ കണ്ടത്. ഇവിടെ വെച്ചോ? ആ ദാ ആ കല്ലറയുടെ മോളിൽ ഇരിക്കായിരുന്നു. മഹേന്ദ്ര മോനെ, നിൽക്കവിടെ സാത്താനെ, നിന്റെ കളി ഇവിടെ വേണ്ട. നിൽക്കവിടെ, നിൽക്കാൻ, നിൽക്കാൻ. മഹേന്ദ്ര കുഞ്ഞെ, മഹേന്ദ്ര കുഞ്ഞെ, എന്താ ഉണ്ടായത്? മണിയപ്പച്ചേട്ടനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നു. ഇവിടെ വന്നപ്പോ എന്തോ സംഭവിച്ചു. കുഞ്ഞിന്റെ കണ്ണ് പൂച്ച കണ്ണായി. എന്നിട്ട് അവരെവിടെ? ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഇല്ല, അവൻ രക്ഷപ്പെട്ടു. നിങ്ങൾ അന്വേഷിക്കുന്ന മഹേന്ദ്രനെ ഞാൻ വർഷങ്ങളായി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവനെ ഇനി കാണാൻ സാധിക്കില്ല. അവൻ പോയിക്കഴിഞ്ഞു. എവിടെയുണ്ടെന്ന് ഞാൻ പറയാം. നിങ്ങൾ വിശ്വസിക്കുവോ? പേടിക്കണ്ട. നിങ്ങൾ കരുതും പോലെ പിച്ചും പേയും പറയുകയല്ല ഞാൻ. സത്യമാണിതെല്ലാം. ഈ സത്യത്തെ തോൽപ്പിക്കാൻ അവൻ ജന്മമെടുത്തിരിക്കുകയാണ്. അവനെ അറുതി വരുത്തി നിങ്ങളെയും ആ കുഞ്ഞിനെയും രക്ഷപ്പെടുത്തണം. അതിന് എന്നോടൊപ്പം നിൽക്കണം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയും? ഇന്ന് സന്ധ്യയ്ക്ക് നിലാവ് ഉദിച്ചു കഴിയുമ്പോൾ എന്റെ അടുക്കൽ വരണം. വരേണ്ട സമയം കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. കാരണം ഇന്ന് മിഥുന പഞ്ചമി നാളാണ്. ഞങ്ങൾ വരാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കാണണം, തിരികെ കൊണ്ടുവരണം. അങ്ങനെ പെട്ടെന്ന് സാധിക്കാവുന്ന കാര്യമല്ല. നമ്മൾ ഒത്തൊരുമിച്ച് വ്രതാനുഷ്ഠാനങ്ങളോട് കൂടി നിന്നെങ്കിൽ മാത്രമേ മഹേന്ദ്രനെ പിടിക്കാനാവൂ. എന്റെ താമസസ്ഥലം പെൺകുറിഞ്ഞി പാലത്തിനടുത്തുനിന്ന് 1 കിലോമീറ്റർ വരണം. സന്ധ്യയ്ക്ക് പുറപ്പെട്ടോളൂ. ഞാൻ പാലത്തിനടുത്ത് കാത്തു നിൽക്കാം. അമ്മേ, പ്രസിഡന്റും സേട്ടുജിയും കാണാൻ വന്നിരിക്കുന്നു. സേട്ടുജിക്ക് നമ്മുടെ ഒരു സഹായം ആവശ്യമുണ്ടെന്ന്. എത്ര പണം വേണമെങ്കിലും തരും. എന്താണാവോ? മറ്റൊന്നുമല്ല, ഇവിടെ അന്വേഷണത്തിനായിട്ട് വന്നിരിക്കുന്ന ഇൻസ്പെക്ടറുടെ കാമുകിയില്ലേ, സിസിലി, അവളെ സേട്ടുജിക്ക് വേണം. അല്പം റിസ്ക് ആണല്ലോ. എന്ത് റിസ്ക് എടുത്തും അവളെ ഇവിടെ കൊണ്ടുവരണം. സേട്ടുജിയെ കുറിച്ച് വളരെ മോശമായ ഒരു റിപ്പോർട്ട് അവള് പത്രത്തിൽ എഴുതി. ഓഹോ. അവ എങ്ക இருக்கான்னு எனக்கு தெரியும். അവളെ എനിക്ക് വേണം. ഏറ്റു. നാളെ അവൾ ഇവിടെ എത്തിയിരിക്കും. പോരെ? താങ്ക് യു. രാമുവിനെ വിട്. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ. നടക്ക സെട്ടി. സിസിലി ഇതുവരെ കണ്ടില്ലല്ലോ. വരും. അവളെ ഞാനാ ദേവിയമ്മയുടെ ആശ്രമ പരിസരം വീക്ഷിക്കാൻ പറഞ്ഞയച്ചത്. ഒറ്റയ്ക്ക് എന്തായാലും അങ്ങോട്ടേക്ക് അയക്കണ്ടായിരുന്നോ? ഒപ്പം ഞാനും കൂടെ പോയാ വല്ല സംശയം തോന്നുന്നു കരുതിയാ അവളെ തനിയെ വിട്ടത്. ഭവാനി ആണെങ്കിൽ വീട്ടിലേക്കും പോയി. ഇല്ലെങ്കിൽ അവളെ വിട്ടെന്ന് അന്വേഷിപ്പിക്കാമായിരുന്നു. വേണ്ട ചേട്ടാ,
ഞാൻ ബൈക്ക് എടുത്ത് പോയി നോക്കിയിട്ട് വരാം. എങ്കിൽ വേഗം ചെല്ല്. നമുക്ക് നിലാവ് ഉദിക്കുമ്പോ ആ വൃത്തിന്റെ അരികിലേക്ക് പോവേണ്ടതാ. താമസിച്ചാ അപ്പൊ ഞാൻ പോയിട്ട് വരാം. പ്രതീക്ഷിച്ചില്ല അല്ലേ? ദേവിയമ്മ, അതെടി, നീയും നിന്റെ കാമുകനും എനിക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇല്ലടി? നിങ്ങളുടെ കള്ളത്തരങ്ങൾ തീർച്ചയായും ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഞാൻ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതും. അങ്ങനെ ഒരു വ്യാമുഖം വേണ്ട. നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. അധികം ഞെളിയണ്ട. സമയം അടുത്തെത്തിയിരിക്കുന്നു. സേട്ടുജിയെ കുറിച്ച് നീ എഴുതിയ റിപ്പോർട്ടിന് പകരം വീട്ടാൻ സേട്ടുജി തന്നെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവരുടെ കയ്യിലകപ്പെട്ടു. എന്നിട്ട് ജീവനം കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു വരികയാ. ജോസ്, നമ്മൾ തരുന്ന സേട്ടിച്ച് അവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ അവരെ തളയ്ക്കാൻ വേണ്ടത് ചെയ്തില്ലെങ്കിൽ അവര് രക്ഷപ്പെടും. യെസ്, ഞാൻ ഇപ്പൊ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മെസ്സേജ് കൊടുക്കാം. രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇല്ലാതാക്കാൻ പോലീസ് കാവൽ ഏർപ്പെടുത്താനും പറയാം. രഹസ്യമായി ആശ്രമത്തിലേക്ക് പോകാനുള്ള റൂട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യം നിന്നെ ഞാൻ വീട്ടിൽ വിടാം. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സന്യാസിൽ അവിടെ എത്തിക്കോളാം. നീ വേഗം കയറും.